അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പഴമക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും, 96 നോമ്പ് നോൽക്കണം ഇപ്രാവശ്യം എന്നൊക്കെ. ഈ 96 നോമ്പ് എന്നൊക്കെ പറയുന്ന ഒരു നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു ചിട്ട ശരീഅത്തിലുണ്ടോ, ഒരു സമ്പ്രദായം ശരീഅത്തിലുണ്ടോ എന്നൊക്കെ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ സംശയമുള്ളതാണ്. അങ്ങനെ ഒരു ചിട്ട ശരീഅത്തിലുണ്ട്. പക്ഷേ അതിൽ മനസ്സിലാക്കേണ്ടത് അത് ഒരു 96 ദിവസം സുന്നത്ത് നോമ്പ് എന്ന പേരിലുള്ള ഒരു നോമ്പല്ല. 96 ദിവസം ഒരു സുന്നത്ത് നോമ്പ് എന്ന പേരിലുള്ളതല്ല. അത് വ്യത്യസ്തമായിട്ടുള്ള മഹത്വങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടാണ് 96 ദിവസത്തെ നോമ്പ് എന്നുള്ള ഒരു കണക്ക് വരുന്നത്. റജബ്, ഷാബാൻ ഈ മാസത്തിലൊക്കെ നോമ്പ് അനുഷ്ഠിക്കൽ പ്രത്യേക സുന്നത്താണ്. അത് മുഴുവനും നോമ്പ് അനുഷ്ഠിക്കുക എന്നൊക്കെ പറയുന്ന അതിൻ്റെ മഹത്വമൊക്കെ നമുക്ക് പലയിടത്തും കാണാൻ പറ്റും. മാത്രമല്ല റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കൽ നിർബന്ധമാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശവ്വാലിലെ 6 നോമ്പ്, ഇതും പ്രത്യേക സുന്നത്താണ്. 6 നോമ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ നോമ്പ് നോൽക്കലും പ്രത്യേക സുന്നത്താണ്. അപ്പോൾ ഈ 3 മാസവും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശവ്വാലിൽ വരുന്ന 6 ദിവസത്തെ നോമ്പും അനുഷ്ഠിക്കുന്നൊരു പതിവ് പഴയ കാലം മുതലേക്ക് തന്നെ ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് പൂർണ്ണമായിട്ടും റജബിലും ഷാബാനിലും നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ള പ്രത്യേക സുന്നത്താണെന്നൊക്കെ അൽ മുഖദ്ദിമത്തുൽ ഹദറമിയ്യയിൽ എന്ന് പറയുന്ന കിതാബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കണക്ക് വെച്ചിട്ടാണ് നമ്മുടെ പഴമക്കാരായ ആളുകളൊക്കെ 96 നോമ്പ് നോൽക്കുക എന്നൊക്കെ പറയുന്നത്. അത് അടിസ്ഥാനമുള്ളതാണ്. അതുകൊണ്ട് തന്നെ കഴിവുള്ളവരൊക്കെ ആ നോമ്പ് 96 എന്ന് പറയുന്ന രൂപത്തിലേക്ക് ആ നോമ്പിൻ്റെ ചിട്ട, ആ ഒരു കോർവ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.